ക്ലാരിറ്റിയാണ് എടുക്കുന്നത്. മറ്റേ അയാളുടെ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്ന നേരെ സ്പേസിലോട്ടാണ്. മറ്റേ സ്പേസാണ് ആ വ്യക്തി മോണിറ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് കണ്ണ് കാണാൻ പാടില്ലാത്ത ഒരാൾക്ക് നമ്മളെക്കാൾ കൂടുതൽ ഇന്ന് സാധ്യതയുണ്ട്. കാരണം എന്താണ്? കാരണം അയാളെ ഈ ഇല്യൂഷൻ്റെ ഭാഗത്ത് പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അയാളെ ഹോണ്ട് ചെയ്യുന്ന ഭാഗം വളരെ കുറവായിരിക്കും. എക്സാക്ട്ലി. അതുകൊണ്ട് അവർ കുറേയും കൂടി ഹെൽത്തിയാണ്. എന്തുകൊണ്ടാണ് കണ്ണും കാതും കാണാത്തവർ കുറേയും കൂടി ഹെൽത്തി ആയിരിക്കും? കാരണം നമ്മുടെ സൊസൈറ്റിയുടെ ടീച്ചിങ്സ് അവരിലോട്ട് അതുപോലെ അങ്ങോട്ട് പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ ഹെൽത്തിയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കെന്നിൻ്റെ കാര്യം പറയുന്നത്. കെന്ന് ഹെൽത്തിയാണ്. മനസ്സിലായോ? പക്ഷേ സാർ, അപ്പം ഈ കണ്ണും കാതും ആക്ച്വലി ഇംപ്രഷൻസ് ഫോമാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനൊരു ഈ ബാലൻസ് സെൻസ് ചെയ്യാന്നുള്ളൊരു പോർഷനും കൂടെ അത് വർക്ക് ചെയ്യില്ലേ? അപ്പം അത് ലാപ്സ് ആവുമല്ലേ? അല്ല, അതാണ് വേണ്ടത്. ആ സെൻസ് എബിലിറ്റിയിലോട്ടാണ് വരേണ്ടത്. മനസ്സിലായോ? അത് ഇപ്പോൾ കണ്ണിൻ്റെ പവർ. ഇപ്പോൾ ഒരാൾ ജീവിക്കുന്നുണ്ട്, കണ്ണിന് കാഴ്ചയില്ല, കാതിന് കേൾവിയില്ല, ജീവിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ കണ്ണും കാതും വർക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അയാളുടെ കണ്ണും കാതും വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അയാൾ ജീവിക്കത്തില്ല. ആ ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കണേ. കാരണം അതിൻ്റെ കണ്ണെന്ന് പറയുന്നതുമായിട്ട് കണക്റ്റഡായിട്ട് ഇൻറ്റേർണൽ ഓർഗൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതവിടെ ഉണ്ട്. അല്ല, വെറുതെ കണ്ണവിടെ അങ്ങനെ ഇരിക്കുകയല്ല. ഈ കണ്ണ് ഈ ഇൻറ്റേർണൽ ഓർഗൻസുമായിട്ട് കണക്റ്റഡാണ്. മനസ്സിലായോ? നമ്മുടെ കണ്ണ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഓർഗൻസുമായിട്ട് കണക്റ്റഡാണ്. അതുകൊണ്ട് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് കണക്റ്റഡാണ് കണ്ണ്. ഓക്കെ, നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് നമ്മുടെ കണ്ണ് കണക്റ്റഡാണ്. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ കണ്ണിന് ദോഷമാണ്. മനസ്സിലായോ? അപ്പോൾ എന്ത് സംഭവിക്കും? കാഴ്ച ദഹിക്കത്തില്ല. എന്താണ്? കാഴ്ച ദഹിക്കത്തില്ല. കേൾവി. അതെ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സ്പേസുമായിട്ടുള്ള കണക്ഷൻ വേണ്ടേ? സ്പേസുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടെങ്കിൽ ഈ ഭക്ഷണത്തെ പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല? കണ്ണിലെ കാഴ്ച കാരണം, ഇംപ്രഷൻസ് വന്നിരിക്കുന്ന കാരണം ശരീരം ആ ഇംപ്രഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഇംപ്രഷന് കൂടി വേണ്ടിയിട്ടുള്ള എനർജിയാണ് ഫുഡിൽ നിന്ന് എടുക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ, എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിലൊരു ഇംപ്രഷൻ വീണു. ആ ഇംപ്രഷൻ ഇപ്പോഴും നല്ലൊരു സൂപ്പർ ബെൻസ് കാറ് കണ്ടു, മോഹിച്ചു. ഈ മോഹിച്ചിട്ട് ഈ മോഹം നടപ്പിലാകണമെന്നുണ്ടെങ്കിൽ ഈ മോഹം വിട്ടുകളയുക. അപ്പോൾ ഈ വ്യക്തി കഴിക്കുന്ന ഭക്ഷണം ഈ മോഹത്തെ സാക്ഷാത്കരിക്കുന്ന ഭാഗത്തിന് വേണ്ടിയിട്ട് കൂടി, ഈ മെമ്മറി കൂടി മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ കഴിക്കുന്ന ഫുഡ് എന്താവും? ഈ ഫുഡ് കൂടി ഇതിന് ബാധകമാണ്. അതുകൊണ്ട് വെറുതെ ഭക്ഷണം അങ്ങോട്ട് നമ്മൾ കഴിച്ച ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പോകത്തില്ല. ഇപ്പം നമ്മൾ വിഷമിക്കുന്നതിന് കാരണം എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു എക്സോ വൈയോ സിയോ കാരണമായിക്കോട്ടെ. പക്ഷെ ആ വിഷമത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ വിഷമത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണമായിട്ട് മാറും. അതൊരു കാരണവശാലും മാറത്തില്ല. അല്ലെങ്കിൽ മനസ്സിലായോ? അപ്പം നമ്മളുടെ സമയത്ത് ആക്ച്വലി ഡൈജഷൻ ഇംപയർഡ് ആവുന്നത് ഈ ഭാഗം വർക്ക് ചെയ്യുന്നുണ്ടാണല്ലോ. എക്സാക്ട്ലി. നമ്മുടെ ഇമാജിനേഷൻ എവിടെയെല്ലാം നിൽക്കുന്നുണ്ടോ എല്ലാം നമ്മുടെ ഡൈജഷനെ വീക്കാകും. അപ്പം നമ്മളുടെ സെൻസ് ഓർഗൻസ് എല്ലാം കൊളാപ്സ് ആകും. ഇതിനകത്ത് എല്ലാത്തിലും
ക്ഷീണം ഉണ്ടാവും. സെൻസ് ഓർഗൻസിലാണ് ക്ഷീണം ഉണ്ടാകുന്നത്. കാരണം അതിൻ്റെ കപ്പാസിറ്റി അവിടെ ബ്ലോക്ക് ചെയ്ത്. ഭക്ഷണം കഴിച്ചിട്ട് ദഹിച്ചിട്ടില്ലെങ്കിൽ, നമുക്ക് തെളിച്ചം ഉണ്ടായില്ലെങ്കിൽ, മനസ്സിലായോ, നമുക്ക് തെളിച്ചം ഉണ്ടായില്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ഉണ്ടാകില്ല, അല്ലേ? ആ, അത് തന്നെ. നമ്മുടെ മൂമെൻറ്റ്സ് ഇതെല്ലാം വളരെ വളരെ സിമ്പിളാണ്. ബുദ്ധി കയറിപ്പോയിട്ടുണ്ടെങ്കിൽ, കാരണം ബുദ്ധി എന്ന് പറയുന്ന ഇമ്പ്രഷൻസ് കയറിപ്പോയി. അറിയാം എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരാ അറിവിൽ ഭയങ്കര തിമിർത്ത് ആഘോഷിച്ചവർ പോവുകയാണ്. പക്ഷേ ഇമ്പ്രഷനിൽ അവരിങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ രണ്ടുപേരും ഒരു സിനിമ കണ്ട്, നമ്മൾ രണ്ടുപേരും സിനിമ കണ്ട്, ഈ സിനിമ കണ്ട കാര്യത്തെ പറ്റി രണ്ടുപേരും പറയുന്നു, അങ്ങനെയല്ലായിരുന്ന, ഇങ്ങനെയല്ലേ, പക്ഷേ അപ്പോഴങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടായിരുന്നു, നീ കണ്ടില്ലേ, ഓ ശരിയാണ് കേട്ടോ, എങ്ങനെയാണ്, ഇത് ഇമ്പ്രഷൻ കിടക്കുകയാണ്, അല്ലേ? ഇതിനെയാണ് ഇപ്പോൾ ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത്. സത്യത്തിൽ ഇതല്ല വിശ്വാസം. മനസ്സിലായി? വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ സ്പേസിൽ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡി അലൈൻ ചെയ്യാൻ പറ്റാത്തൊരു ഭാഗമാണ് വിശ്വാസം. പക്ഷേ ഇവിടെ ഇത് വിശ്വാസമായിട്ട് മാറിയിരിക്കുന്നു. മനസ്സിലായി? ഇപ്പോൾ എല്ലാവരുടെയും വിശ്വാസം എന്ന് പറയുന്നത് പുസ്തകം വായിച്ചിട്ടുള്ള വിശ്വാസമാണ്. റിയൽ വിശ്വാസം എന്താണെന്ന് പോലും അറിയത്തില്ല. വിശ്വാസം എന്ന് പറയുന്നത് ഒരു നമ്മളുടെ സിസ്റ്റത്തിൽ നാച്ചുറലി വളർച്ചയുടെ ഭാഗത്ത് വരുന്ന ഒന്നാണ്. പ്രോഗ്രസ്സാണ് വിശ്വാസം. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേജിലാണ് ഒരു കൊച്ചുകുട്ടി വളർച്ചയുടെ ഭാഗത്ത് വീഴുന്നു. ആ വീഴുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എഴുന്നേറ്റ് നടക്കാൻ പോകുമ്പോൾ വീഴുന്നു, അതുകൊണ്ട് കുട്ടിക്കൊരിക്കലും ദോഷമൊന്നുമില്ല. ആ വീണ് 2-3 പ്രാവശ്യമൊക്കെ വീണൊക്കെ കഴിയുമ്പോൾ കുട്ടി സ്റ്റേബിളാവും. അതുപോലൊരു ഭാഗമാണ് വിശ്വാസം. പക്ഷേ ഇവിടെ ഇത് വിശ്വാസമല്ല. ഇന്ന് വിശ്വാസമൊന്നുമല്ല, ഇത് കംപ്ലീറ്റ് പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. മനസ്സില? കംപ്ലീറ്റ് പുസ്തകം വെച്ച് പഠിപ്പിച്ച് വെച്ചിരിക്കുക. എന്നിട്ട് അത് എല്ലാ കാര്യങ്ങളും ഫോഴ്സ് ചെയ്തൊരു കുട്ടിയുടെ ചെറുപ്പത്തിൽ തന്നെ ഫോഴ്സ് ചെയ്ത് കുട്ടിയെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അത് വിശ്വാസമാണെന്ന് പറയുകയാണ്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ സയൻസും വിശ്വാസമാണ്. അത് എന്നാണ് പറയുന്നത്? കാരണം ഇതെല്ലാം പഠിപ്പിച്ച് വെച്ചിരിക്കുക. ഇതറിയുന്നില്ല, ഇതെല്ലാം ഇമ്പ്രഷൻസാണ് വീണിരിക്കുന്നത്. ഈ ഇമ്പ്രഷൻസ് എടുത്ത് കളഞ്ഞാലേ നമുക്ക് സ്വതന്ത്രനാകാൻ പറ്റത്തുള്ളൂ. ആ സ്വതന്ത്രനാകുമ്പോഴാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ് സ്വാതന്ത്ര്യം? നമ്മൾ ടച്ച് ചെയ്യുന്നതിനെ റിയലൈസ് ചെയ്യുന്നതാണ് സ്വാതന്ത്ര്യം. ഫ്രീഡം എന്ന് പറയുന്നത് അതാണ്. ഒരു വോയിസ് കേട്ട് കഴിഞ്ഞാൽ, ഒരു വോയിസ് കേട്ടണ ആ വ്യക്തിയോട് നമുക്ക് അസംതൃപ്തിയോ എതിർപ്പോ ഒന്നും ഉണ്ടാകാതിരിക്കുന്നതാണ് സ്വാതന്ത്ര്യം. മനസ്സിലായോ? ഇയാൾ എന്താണ് പറയണത്, ഇയാൾ എന്ത് പൊട്ടത്തരമാണ് പറയണത്, അങ്ങനെയാണ് കേൾക്കുന്നതെങ്കിൽ നമ്മൾ വിക്റ്റിമായി, നമ്മൾ രോഗിയായി. മനസ്സിലായോ? നമ്മൾ രോഗിയാകുകയാണ് ചെയ്യുന്നു. നമ്മൾ ഒരാളെ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഒരു 10 രോഗികൾ 10 സുഖമായിട്ട് ആ രോഗികളടുത്ത് എല്ലായിടത്തും പോയി രോഗികൾ സ്വീകരിക്കണോ? ഇപ്പം നമ്മൾ ആ അനുഭവത്തിൽ തുടരുമ്പോൾ എന്താണ് അനുഭവം? എന്താണ് അനുഭവത്തിൻ്റെ ഇമ്പോർട്ടൻസ്? എന്താണ്? നമ്മൾ പരിസരത്ത് നിൽക്കുന്ന അവസ്ഥയെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ എൻവോൺമെൻറ്റിനെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തെളിച്ചം, അതിനാണ് ബോധം. എത്രത്തോളം അനുഭവിക്കുന്നു അത്രയും ജീവിക്കുന്നു. അനുഭവം തീരുമ്പോൾ അനുഭവത്തിൽ തുടരാൻ. അനുഭവം എന്താണ്? അനുഭവം ഡിഫൈൻ ചെയ്യപ്പെടുന്നു. ഡിഫൈൻ ചെയ്യപ്പെടുന്നു. ആ ഡിഫൈൻ ചെയ്യാൻ പറ്റാതെ പോകുന്നു. അപ്പോഴാണ് നമ്മൾ ഇയാൾ എന്താണ് പറയണത്, ഇയാൾ എന്താ ഇങ്ങനെയൊക്കെ പറയണത്, താനെന്താണ് ഇങ്ങനെ ചെയ്യണത്, താൻ ഒരാളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അസഹിഷ്ണുത ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? കാരണം റാപ്പിൽ വരാൻ പറ്റുന്നില്ല. ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ആ ഒരു
അനുഭവം നഷ്ടപ്പെട്ടു പോയി, ചത്തു നേരത്തെ തന്നെ. മനസ്സിലായോ? റിയാക്ഷനാണ്. മനസ്സിലായോ? പ്രതികരണശേഷിയാണ്, കാര്യശേഷിയില്ല. ആ വ്യക്തിയോട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. ഇത്രയേ വേണ്ടുള്ളൂ. ഒരു വ്യക്തി ഇപ്പോൾ നമ്മുടെ അടുത്തൊരു ഭ്രാന്തം വരുന്നു, അയാളായിട്ട് നമുക്ക് എന്താ കുഴപ്പം? എന്താ അയാളുടെ ഭ്രാന്തം എന്താണ്? അയാളുടെ ഭ്രാന്ത് നമുക്ക് കൃത്യമായിട്ട് കാണാം. എന്താണ്? അനുഭവത്തെ അയാൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് അയാളുടെ ഭ്രാന്ത്. അത്രയേ ഉള്ളൂ. അല്ല വേറെ ഒന്നുമില്ല. അയാളുടെ അനുഭവത്തെ അയാൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അയാൾ പൊരുത്തമില്ലാണ്ട് സംസാരിക്കുന്നു. ഇവിടെ എന്താണ്? ഇവിടുത്തെ ഭ്രാന്ത് എന്താണ്? ഇവിടുത്തെ ഭ്രാന്ത് ആർക്കും മനസ്സിലാകുന്നില്ല. എന്താണ്? ഒരു പുസ്തകം വായിച്ച് എല്ലാവരും കൂടി 10 പേര് കൂടി ഒരേ പുസ്തകം വായിച്ച് ഈ പുസ്തകത്തിലുള്ള കഥകൾ പറയുന്നു, എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. എന്താ? ഇത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഒരുതരം ഭ്രാന്ത് തന്നെ, അനുഭവമില്ല. പക്ഷെ ഈ അനുഭവത്തെ വിലയിരുത്താൻ പറ്റാത്ത ഭ്രാന്ത് സത്യസന്ധമായിട്ടുള്ളതാണ്. ഇതിൽ സത്യസന്ധത ഇല്ലല്ല. ഇത് കൺഫേം ചെയ്തിട്ടിരിക്കുകയാണ്, അടിവെക്കാൻ വേണ്ടി. നമ്മൾ വിഷമിക്കുന്നു. നമ്മൾ വിഷമിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഭയങ്കര റിച്ച് സ്റ്റേറ്റാണ്. വിഷമം എന്ന് പറയുന്നത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ, ഡിഫൈൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതെ, കാരണം സ്റ്റക്കായി അവിടെ നിൽക്കണം. അവിടെ അല്ല, നിൽക്കുന്ന ഇടം കണ്ടെത്തിയതാണ്. മനസ്സിലായി? നമ്മൾ വിഷമിക്കുന്നു, സങ്കടം വരുന്നു, നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഭാഗത്ത് നമ്മുടെ ശ്രദ്ധ ജനിച്ചു. അതെ, അവിടെയാണ് നമ്മൾ പ്യൂരിഫിക്കേഷൻ, വൃത്തിയാക്കേണ്ടത് അവിടെയാണ്. ഇത് കണ്ടാൽ അല്ലേ വൃത്തിയാക്കാൻ പറ്റത്തുള്ളൂ. അറിവിനകത്തൊന്നും ചെയ്യാനില്ല. അറിവുണ്ട്, ഒരുപാട് അറിവുണ്ട്, കൊള്ളാം, നല്ല കാര്യം, ഒന്നും ചെയ്യാനില്ല. പക്ഷെ ചെയ്യേണ്ടത് എവിടെയാണ് നമ്മുടെ അനുഭവം നഷ്ടപ്പെട്ടിരിക്കുന്നത്? അനുഭവം നഷ്ടപ്പെട്ടിരിക്കുന്ന ഭാഗം എവിടെയാണ്? വിഷമം, ദേഷ്യം, വാശി, വൈരാഗ്യം, വെറുപ്പ്, ഇവിടെയൊക്കെയാണ് നമുക്ക് ദുരഭിമാനം. മനസ്സിലായോ? ഇവിടെയൊക്കെയാണ് നമ്മുടെ അനുഭവം നഷ്ടപ്പെട്ടു പോയ ഭാഗം. അവിടെയൊന്നും അനുഭവമില്ല. ആസക്തി, അവിടെ അനുഭവമില്ല. അതുകൊണ്ടാണ് ആസക്തി വരുന്നത്. അവിടെയാണ് നമ്മൾക്ക് ശ്രദ്ധ കൊടുക്കേണ്ടതും പരിഷ്കാരം വരുത്തേണ്ടതും. പണിയെടുക്കാതെ വരുമാനം വേണം പറയുന്നത് എന്താണ്? അപ്പം അവിടെ ആ ശ്രദ്ധ കൊണ്ടുവരാൻ സാധിക്കാത്തത് ഇംപ്രഷൻ നേരത്തെ കിട്ടിയിരിക്കുന്ന ഇംപ്രഷൻ്റെ കൺട്രോളിലാണ്. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ഇംപ്രഷനാണ് അവരെ സംസാരിപ്പിക്കുന്നത്. ദേ ആർ ഹോണ്ടഡ്. അല്ല, ഈ ദേഷ്യം വന്ന് അവിടെ നിന്നല്ലോ, ഞാൻ ദേഷ്യത്തിലാണെന്ന് അറിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യാനുള്ള ക്ലാരിറ്റി ഉണ്ട്. മറിച്ച് ഇതും ഒരു ഇല്ല, ദേഷ്യപ്പെട്ടതിന് കാരണം ഷാഫിയാണ് ദേഷ്യപ്പെടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ കാര്യമില്ല. പിന്നെ കാണാൻ പറ്റില്ല. ഷാഫി ശരിയല്ല. മനസ്സിലായോ? നിങ്ങളെന്താണ് ചെയ്യണത്? നിങ്ങൾ ചെയ്തത് ശരിയായില്ല. പക്ഷെ എന്നിലാണ് ശരികേട്. അതെ, പക്ഷെ എന്നിലെ ശരികേടിന് ഉത്തരവാദിത്തം ഞാനാണ്. മനസ്സിലായി? അപ്പോഴാണ് നമ്മൾക്ക് തെളിച്ചുകൊണ്ടാകുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ആ വ്യക്തിയുടെ ജീവിതം വിലയിരുത്തുമ്പോൾ ഈ പറയുന്ന വാദങ്ങളെല്ലാം പലപ്പോഴും പൊളിയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? കാരണം വാദങ്ങൾ ഒരിക്കലും നിലനിൽക്കത്തില്ലല്ലോ. പിന്നെ വിലയിരുത്താൻ പോകുന്നതുകൊണ്ടാണ്. മനസ്സിലായി? ഇത് രണ്ടുമല്ല, ജീവിതം രണ്ടുമല്ല. വാദിക്കുന്ന ഭാഗമല്ല, വിലയിരുത്തുന്ന ഭാഗമല്ല ജീവിതം അനുഭവിച്ച് തുടർന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഒന്നും വാദിക്കാനുമില്ല, വിലയിരുത്താനുമില്ല. അപ്പോൾ വിലയിരുത്തുന്നവൻ തീർച്ചയായിട്ടും ആ വിലയിരുത്തൽ നാളെ പൊളിയും. അതിൽ വാദവും പൊളിയും, രണ്ടും പൊളിയും. ഇന്നിപ്പോൾ വിലയിരുത്തുമ്പോൾ ശരിയെന്ന് തോന്നും, നാളെ അത് തെറ്റായിട്ട് മാറും. പക്ഷെ അനുഭവത്തിൽ തുടരുന്നവനെ സംബന്ധിച്ചിടത്തോളം പരിസരവുമായിട്ട് താതാമ്യം പ്രാപിക്കുന്നു. അവിടെയാണ് നമ്മൾ കാലത്തിൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴാണ് ബോധത്തിലോട്ട് എത്തുന്നത്? എങ്ങനെയാണ് ബോധത്തിലോട്ട് എത്തുന്നത്? അനുഭവത്തിൻ്റെ സൂക്ഷ്മ തലത്തിലൂടെ നടക്കുമ്പോൾ. എങ്ങനെയാണ് ബോധത്തെ പ്രാപിക്കുന്നത്? അനുഭവത്തിൻ്റെ സൂക്ഷ്മ തലത്തിലൂടെ നടക്കുമ്പോൾ. അപ്പോൾ നടക്കുന്നത് എവിടെയാണ്? നടക്കുന്നത് അനുഭവത്തിലാണ്. അപ്പം നടക്കുക എന്ന് പറയുന്നത്, നമ്മൾ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അനുഭവത്തെ തെളിച്ചു കൊണ്ടുവരുന്നിടത്താണ് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത്.
അപ്പോൾ എന്തെല്ലാമായിട്ട് പ്രകൃതിയിലൊരു മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് സെൻസ് ചെയ്യാൻ സാധിക്കണം. അത് സെൻസ് ചെയ്ത് അതുമായിട്ട് താതാമ്യം പ്രാപിക്കണം. അപ്പോഴേ കാര്യമുള്ളൂ. ആ സെൻസിന് വേണ്ടി ഒരാളെ തല്ലി പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അതെല്ലാം ഈ പറയുന്ന സെൻസൊന്നും ഇല്ലാത്ത ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അത് നമ്മൾ അതിനെപ്പറ്റി അല്ലല്ലോ പറയുന്നത്. ക്രിട്ടിക്കൽ നമ്മൾ പറയുന്നത് ആ ലാംഗ്വേജ് അല്ല. മനസ്സിലായോ? നമ്മളിവിടെ വളരെ സ്റ്റേബിളായിട്ട് ആദ്യം എന്താ ചെയ്തത്? ആദ്യം നമ്മൾ കണ്ടെത്തി. നമ്മളെങ്ങനെ കണ്ടെത്തി? നമ്മളെങ്ങനെയാണ് കണ്ടെത്തിയത്? നമ്മൾ വളരെ റെഗുലറായിട്ട് നടക്കുന്ന ആക്ടിവിറ്റിയുമായിട്ട് കണക്റ്റായി. നമ്മളിൽ ഒരിക്കലും വിട്ടുമാറാതെ റെഗുലറായിട്ട് നടക്കുന്ന ആക്ടിവിറ്റിയെ ഫോക്കസ് ചെയ്ത് നമ്മളെ കണ്ടെത്തി. പിന്നെ ആക്ടിവിറ്റിയിൽ ഉള്ള അനുഭവത്തെ എടുത്തു, അനുഭവത്തിന് കാരണങ്ങളെ എടുത്തു. ആ കാരണങ്ങൾ ഇങ്ങനെ ഓരോന്ന് എലിമിനേറ്റ് ചെയ്ത് വെച്ചാൽ അതുമായിട്ട് താതാമ്യം പ്രാപിച്ചു, ഒത്തൊരുമിച്ചു. എങ്ങനെയാണ്? ഐക്യം വന്നു, ബഹുമാനിച്ചു. അതെ, ബഹുമാനിച്ചു. അതിൻ്റെ രൂപത്തെ നമ്മളുടെ രൂപവുമായിട്ട് ലയിപ്പിച്ചു. മനസ്സിലായി? മറ്റൊരാളായിട്ട് അവിടെ അയാൾ അവശേഷിക്കുന്നില്ല. മറ്റൊരാളായിട്ട് അയാൾ അവശേഷിക്കാത്ത വിധത്തിൽ അയാളുമായിട്ട് താതാമ്യം പ്രാപിച്ചു ത്രൂ ആക്ടിവിറ്റി. ഇയാൾ ശരിയല്ല എന്നൊരു ഭാഗത്തോട്ടല്ല, അയാളും ശരിയാണ്. എങ്ങനെ ശരിയാണ്? അനുഭവത്തിൽ ശരിയായി, അല്ല വെറുതെ പറച്ചിലല്ല. അയാളുടെ ശബ്ദവും എൻ്റെ ശബ്ദവും തമ്മിൽ ലയിപ്പിച്ചു. അപ്പോഴാണ് നമുക്ക് ഭാഷ ജനിക്കുന്നത്. അപ്പോഴേ ഭാഷ ജനിക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ ഒരാൾ തിരുവനന്തപുരം പോയിട്ട് വന്നിട്ട് പറയും, ഓ തിരുവനന്തപുരത്ത് ഒരു മ്യൂസിയമുണ്ട്, ഒരു കാഴ്ച ബംഗ്ലാവുണ്ട്, ഇങ്ങനെ കുറേ കഥകൾ. ഇത് കേൾക്കുകയാണ്. അടുത്ത ആൾക്ക്, ഓ എനിക്കും തിരുവനന്തപുരത്ത് പോകണം, എനിക്കും തിരുവനന്തപുരത്ത് പോകണം. ഓ അവിടെ കാഴ്ച ബംഗ്ലാവിൽ സീബ്രയുണ്ട്, കങ്കാരു ഉണ്ട്. ഇതൊക്കെ ഞാൻ പടത്തിലേ കണ്ടിട്ടുള്ളൂ, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അല്ല, ഇനി പടത്തിലും കണ്ടിട്ടില്ല. ഞാനൊരു ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടു, ആരും പടത്തിലും കണ്ടിട്ടില്ല. അവിടെ എഴുതി വച്ചിരിക്കുന്നു ഹിപ്പോപ്പൊട്ടാമസ്, നമ്മൾ സാധാരണ കാണാത്തൊരു ജീവി, ഇതിനെ കാണാനുള്ള താല്പര്യം. അപ്പോൾ ഇയാളും പോയി കണ്ടിട്ട് വന്നു, ഞാനും കണ്ടു കേട്ടോ. ഇവിടെ പറ്റുന്ന കുഴപ്പം മനസ്സിലാക്കണം. ഇവിടെയാണ് അപകടം ആരംഭിക്കുന്നത്. ഈ കാഴ്ചക്കാണ് പ്രാധാന്യം. കാഴ്ചക്കാരനിവിടെ എലിമിനേറ്റഡ് ആകുകയാണ്. കാഴ്ച ഇല്യൂമിനേറ്റഡ് ആകുകയാണ്. ഇതിൽ നിന്നാണ് ബുദ്ധി വളരുന്നത്, ഇതിൽ നിന്ന് മെമ്മറി വളരുകയാണ്. കാഴ്ചക്കാരൻ ഡിസപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുക. മെല്ലെ മെല്ലെ ഈ കാഴ്ചക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? മെല്ലെ മെല്ലെ ആള് രോഗിയായി. മനസ്സിലായ? ആള് രോഗിയായി. ഇതാരും അറിയുന്നില്ല. ഇത് വളരെ സാവകാശം, ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് പോയിസണിങ്ങാണ്. കാലാകാലങ്ങളുടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ നാശമാണ്. പഠിപ്പിച്ചതിൽ നിന്നുള്ള നാശമാണിത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയ നാശമാണിത്. ആളില്ലാണ്ടായി. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ മതമെന്ന് പറയുന്നത് വിശ്വാസമല്ല കേട്ടോ. മതത്തിൽ വിശ്വാസമൊന്നുമില്ല. വിശ്വാസം എന്താണെന്ന് അറിയാതെയായി. മനസ്സിലായി? വിശ്വാസം ജീവിതകാലം മുഴുവനും വിശ്വാസിയായിട്ടിരുന്നാൽ എങ്ങനെയാണ്? വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഇടക്കാലത്തിൽ ഉണ്ടാകുന്ന ഒരു ഭാഗമാണ്. വിശ്വാസം പോലും എന്താണെന്ന് അറിയാണ്ടായിപ്പോയി. മനസ്സിലായി? വിശ്വാസികളുടെ ഗ്രൂപ്പായിപ്പോയി. അല്ല, അതെങ്ങനെയാണ് സംഭവിക്കുക? വിശ്വാസികളുടെ ഗ്രൂപ്പ് ഒരിക്കലും ഉണ്ടാകത്തില്ല. വിശ്വാസം കൊണ്ട് ഗ്രൂപ്പ് സാധ്യമല്ല. അതാണ് വിശ്വാസം. ഒരാളുടെ വിശ്വാസം ഒരിക്കലും മറ്റൊരാളുടെ വിശ്വാസം ആകത്തില്ല. ഒരിക്കലും ആകത്തില്ല. വിശ്വാസത്തെ പരിശോധിക്കുമ്പോൾ വിശ്വാസം എന്താണ്? അറിയാൻ പാടില്ലാത്ത ഒന്നുണ്ടെന്നുള്ള
ഒരു ബോധ്യമുണ്ട്, പക്ഷെ എന്താണെന്നൊരു പിടുത്തമില്ല, ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യുന്നത്, വിശ്വാസികൾ എന്താ ചെയ്യുന്നത്, അറിയാവുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട്, അവിടെയാണ് സഹകരണം. എന്തിനാണ്? അറിയാവുന്ന കാര്യത്തിൽ, ചെയ്യുന്ന കാര്യത്തിൽ, ചെയ്യുന്നത് കൊണ്ടുള്ള അനുഭവം എന്താണ്, അത് തെളിച്ചെടുത്ത് വിശ്വാസത്തെ ഒഴിവാക്കി കളയണിയെന്ന്. അവിടെ എന്താ വരുന്നത്? വിശ്വാസത്തിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? വിശ്വാസത്തിൻ്റെ സ്ഥാനത്ത് എന്താ വരുന്നത്? ബോധം. അവിടെ ബോധമാണ്. കാരണം എന്താണ്? ആകാശമായിട്ടുള്ള ബന്ധമാണ്. ആകാശമായിട്ടുള്ള ബന്ധത്തെ അനുഭവിക്കുന്ന ഭാഗമാണ് ബോധം. ഫിസിക്കലി ക്രിയേറ്റഡ് സംഭവങ്ങൾ അനുഭവിക്കുന്നിടത്ത് നമ്മൾ അവിടെ ഫിസിക്കലി ക്രിയേറ്റഡുള്ള അവസ്ഥയെ നമ്മൾ അനുഭവം എന്ന് പറയും. മറ്റെടുത്ത് അനുഭവം എന്ന് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ വേറൊരു അനുഭവതലം തന്നെയാണ് ബോധം. നമ്മൾ ഫിസിക്കൽ അനുഭവിക്കുന്ന ഭാഗത്ത് നമുക്കവിടെ കൃത്യമായിട്ടുള്ളൊരു പ്രോസസ്സുണ്ട്. അവിടെ ഒരു പ്രോസസ്സുണ്ട്. മറ്റെടുത്ത് വേറൊരു പ്രോസസ്സാണ് നടക്കുന്നത്. അത് ബോധതലമാണ്. അവിടെ അനുഭവം ഉണ്ടാകുന്ന ചോദിച്ചാൽ അനുഭവം ഉണ്ട്. പക്ഷെ അനുഭവത്തെ നമ്മൾ വേറിട്ട രീതിയിലാണ്. അനുഭവത്തെ അനുഭവിക്കാനൊന്നുമില്ല അവിടെ. അവിടെ ഉണ്ട്, അനുഭവിക്കാൻ. അതെ, കാണിക്കാൻ പറ്റത്തില്ല. അവിടെ ഭാഷ വേറെ, അവിടെ വേറൊരു ഭാഷ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ പുതിയൊരു ഭാഷ ഡെവലപ്പ് ചെയ്ത് കഴിയും. ടച്ച് ചെയ്യാതെ ഒന്നിനും ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുൾ ടൈം. എക്സാക്ട്ലി. അവിടെ എന്താണ്, പാറ്റേണുമായിട്ടല്ല ടച്ച് ചെയ്യുന്നത്. ഇപ്പുറത്ത് നമ്മൾ അനുഭവിക്കുന്ന മുഴുവൻ പാറ്റേൺ ആണെങ്കിൽ അപ്പുറത്ത് പാറ്റേൺ അല്ല. ഇപ്പുറത്തെ ജോലി എന്താണ്? ഈ പാറ്റേണിനെ അനുഭവിച്ച് അതിന് ഡിസോൾവ് ചെയ്ത് കളയണിയെന്ന്, ആ പാറ്റേണോട്ട് മേർജ് ആകണിയെന്ന്. അതുകൊണ്ട് അവിടെ ഉത്തരവാദിത്വം എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്? ഈ നമ്മുടെ വൃത്തിയായിട്ടുള്ള പാറ്റേണിനെ ഡിസ്ട്രക്റ്റ് ചെയ്യാതെ, മറ്റൊരു പാറ്റേണിനെയും ഡിസ്ട്രക്റ്റ് ചെയ്യാതെ അതുമായിട്ട് താതാമ്യം പ്രാപിക്കുന്നതാണ് ഉത്തരവാദിത്വം. ഓക്കെ. മറ്റടുത്ത് ഇങ്ങനൊരു പാറ്റേൺ ഇല്ല. മനസ്സിലായി? ഇങ്ങനൊരു പാറ്റേൺ ഇല്ല അവിടെ. പക്ഷെ അവിടെ നിന്ന് നമുക്ക് അനുഭവമുണ്ട്. ആ അനുഭവം മെച്ചപ്പെടുമ്പോഴാണ് നമുക്ക് ബോധതലം. അവിടെ പുതിയൊരു ഭാഷ ജനിക്കും. എന്നുവെച്ചാൽ ഓരോ സ്റ്റേജിൽ, ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി വളർന്നു വരുമ്പോൾ, ഒരു 10ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ഇവനൊരു പ്രത്യേക ഭാഷയുണ്ട്. മനസ്സിലായോ? 10ാം ക്ലാസ്സിലെ കുട്ടിയുടെ ഭാഷ ആയിരിക്കത്തില്ല 5ാം ക്ലാസ്സിലെ കുട്ടിയുടെ ഭാഷ. ഒരു അധ്യാപകനെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഭാഷയെ അറിയാവുന്നവനാണ്. അല്ലാണ്ട് അധ്യാപകൻ്റെ ഭാഷ മാത്രമായിട്ട് ക്ലാസ് റൂമിൽ കയറി കഴിഞ്ഞാൽ ഒരു ക്ലാസ്സും ഉണ്ടാകില്ല. മനസ്സിലായോ? കുട്ടിയുടെ ക്ലാസ്സിൽ നിന്ന് കുട്ടീനെ ഉണർത്തുന്നതാണ് ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത് എന്താണ്? കുട്ടിയുടെ ക്ലാസ് എന്താണെന്ന് കുട്ടി അറിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കുട്ടിയെ അതിൻ്റെ ഹയർ ലെവലിലോട്ട് കൊണ്ടുപോവുകയാണ്. ഒരു അധ്യാപകൻ്റെ ജോലി അതാ. പക്ഷേ ഇവിടെ അധ്യാപകൻ്റെ ക്ലാസ്സിലിരുന്നുകൊണ്ട് അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവിടെ കുട്ടികൾ സഫർ ചെയ്യുന്നത് എന്നുവെച്ചാൽ പരസ്പര ബന്ധമില്ലാണ്ടായി. അവിടെ ട്രോമ ക്രിയേറ്റ് ചെയ്തു. ഇത് തന്നെയാണ് മതവും ചെയ്യുന്നത്. കാരണം അവിടെ അധ്യാപകൻ ഒരു ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് കുട്ടികളൊക്കെ ഇന്ന ക്ലാസ് ആണെന്ന് ഓൾറെഡി തീരുമാനിച്ചു വെച്ച്, ഈ കുട്ടി ഇന്നതാണ് ചെയ്യുന്നത്, ഇന്നത് പഠിക്കണമെന്ന് ഫോഴ്സ് ചെയ്യും. മനസ്സിലായി? അതല്ല സംഭവിക്കേണ്ടത്. 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ 5 വയസ്സുകാരനാകണം. നമ്മളിൽ 5 വയസ്സുകാരനാകാൻ പറ്റുന്നില്ലെങ്കിൽ ആ കുട്ടിയുമായിട്ടുള്ള ബന്ധമില്ല അവിടെ. മനസ്സിലായോ? എല്ലാം ഈ വിശ്വാസം ബേസ് ചെയ്ത് തന്നെയാണ് അവിടെയും വർക്ക് ചെയ്യണത്. അപ്പോൾ അതെ, കാരണം അറിയാത്തൊരു കാര്യത്തിനെ ഇവർ ഉറപ്പിച്ചു വെച്ചിട്ടാണ് വിശ്വാസി എന്ന് പറയുന്നത്. ഇതെല്ലാം ഇമാജിനേഷൻ അല്ല. ഇമാജിനേഷൻ്റെ കൺട്രോളാണ്. സോംബീസാ, വിക്റ്റിമാണ്. സോംബീസ് ആ ഭാഗവുമല്ല, അത് കുറച്ചും കൂടി ഓക്കെ. ഇത് എന്താണ്, നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ നമ്മുടെ ഉള്ളിൽ ഘടിപ്പിച്ചു. നമ്മുടെ ഉള്ളിൽ ഒരു കമ്പ്യൂട്ടർ ഘടിപ്പിച്ചു. എന്നിട്ട് ആ കമ്പ്യൂട്ടർ പറയണ ഇന്നതൊക്കെ ചെയ്യും. എന്നിട്ട് ചെയ്യാൻ ഒരു ചിപ്പ് വെച്ച് മനസ്സിലായി, ചിപ്ഡായി. എന്നിട്ട് അത് ചെയ്യണം. അതാണ് ഗ്രൂപ്പുകളായിട്ട് മാറുന്നത്, ഓർഗനൈസേഷനായിട്ട് മാറുന്നത്. മതവിശ്വാസമെല്ലാം ഓർഗനൈസേഷനായിട്ട് മാറേണ്ട കാരണം അതാണ്. അല്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കുന്നില്ല. സെർവൻസ് ഓഫ് ട്രാജഡിയാണ്.
മനസ്സിലായോ? സെർവൻസ് ഓഫ് ട്രാജഡിയാണ്. കാരണം നമ്മുടെ മാതാപിതാക്കൾക്ക് പറ്റാത്ത കാര്യങ്ങൾ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കുന്നു. മനസ്സിലായി? മാതാപിതാക്കൾക്ക് നമ്മൾ മുന്നേ പോയ ആൾക്കാർക്ക് പറ്റാത്ത കാര്യങ്ങൾ മനസ്സിലായി, അതാണ് സെർവൻസ് ഓഫ് ട്രാജഡി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആദ്യം എന്താ വേണ്ടത്? ആദ്യം നമ്മൾ കുതിരണം, അല്ലേ? സോക്ഡ് ആണ്, ഈ എൻവയോൺമെൻറ്റുമായിട്ട് സോക്ഡ് ആണ്. ഇലൂഷൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോകരുത്, ബലം പിടിക്കരുത്, വിട്ടുകൊടുക്കുക. വിട്ടുകൊടുക്കുമ്പോൾ എന്ത് കാണാം? ശരീരം തനിയെ വർക്ക് ചെയ്യുന്നതാണ്. അതെ, അനുഭവിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തെ വിട്ടുകൊടുക്കുക. കാരണം നമ്മൾ എന്താ പിടിച്ചു വച്ചിരിക്കുന്നത്? ഒരു ഇമാജിനേഷനാണ് പിടിച്ചു വച്ചിരിക്കുന്നത്. വിട്ടുകൊടുക്കേണ്ടത് എന്താണ്? ഈ ഇമാജിനേഷൻ വിട്ടുകൊടുക്കളയും. എന്താണ് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ? എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ഒരു ചിത്രീകരണം, ഈ ചിത്രീകരണത്തെ നമ്മൾ പൊളിച്ചു കളയുക. നമ്മൾ ചിത്രീകരണമാണ് ഉള്ളിൽ നടക്കുന്നത്, അല്ലേ? ഒരു ചിത്രീകരണം, ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് വരേണ്ടത്. ഈ ചിത്രീകരണത്തെ നമ്മൾ പൊളിച്ചു കളയുക. അവിടെയാണ് ജീവിതം ആരംഭിക്കുന്നത്. അതാണ് സറണ്ടർ ചെയ്യുമെന്ന് പറയുന്നത്. സറണ്ടർ ചെയ്യാൻ എന്താ ഉള്ളത്? സറണ്ടർ ചെയ്യാനുള്ളത് നമ്മുടെ ഉള്ളിലുള്ള സങ്കല്പങ്ങളാണ്. ചിത്രീകരിച്ച് വെച്ചതേ സറണ്ടർ ചെയ്യാനുള്ളൂ. അതെ, അത് സറണ്ടർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഉണരുന്നത്. അത് മാറ്റുമ്പോൾ മാറ്റി അപ്പം തന്നെ കാണാം. ഈ ചിത്രീകരണത്തെ തകർത്ത് കളയുമ്പോൾ, അത് തകർക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിനകത്തോട്ട് ശൂന്യത കടത്തിവിടണം. എന്ത് കടത്തിവിടണം? സ്പേസ് കടത്തിവിടണം. അപ്പം നമ്മൾ വലിഞ്ഞു മുറുകിയിരിക്കുന്ന ശരീരം അയഞ്ഞു വരും. എന്താ ചെയ്യുന്നത്? നമ്മൾ അനുഭവത്തിൽ എന്തിനെ കൊണ്ടുവരും? ആകാശത്തെ കൊണ്ടുവരും. അനുഭവത്തിൽ ആകാശത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഈ ബിംബങ്ങളെല്ലാം തരിപ്പണമായി പോവും. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് നഷ്ടപ്പെട്ടു പോകും. അറ്റാച്ച്മെൻറ്റ് നഷ്ടപ്പെട്ടു പോകും, തീർച്ചയായിട്ടും പോവും. അറ്റാച്ച്മെൻറ്റ് നഷ്ടപ്പെട്ടു പോകും. പോട്ടെ 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 നമ്മളുടെ പൊട്ടത്തരം നമ്മളിൽ നിന്ന് വിട്ടുപോകും. അപ്പോഴാണ് നമ്മൾ പൊട്ടത്തരത്തിൽ നിന്ന് മാറും. അപ്പോഴാണ് വാവു, ഇത്രയും നാൾ ഞാൻ സ്വപ്നത്തിലായിരുന്നു, ഇത്രയും കാലം സ്വപ്നത്തിലായിരുന്നു. കൃത്യമായിട്ട് കാണാം. ഈ ഇംപ്രഷൻസിനെ തകർക്കാൻ സാധിക്കണം. അതിന് സത്യസന്ധമായിട്ടുള്ള ബന്ധം വേണം. ഈ ഇംപ്രഷൻ എന്താ ചെയ്യുന്നത്? ഇതൊരു വിഷ്യസ് സർക്കിളാണ്, അല്ലേ? കൺഫ്യൂഷൻ. അതെ, ഈ വിഷ്യസ് സർക്കിളാണ്. ചെയ്യാൻ നോക്കുന്നത് നടക്കുന്നില്ല, വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. കാരണം വേറെ ഒന്നുമില്ല, ആകാശമായിട്ടുള്ള ബന്ധമില്ല. ഹൃദയം എന്താ ചെയ്യുന്നത്? ഹൃദയം നമുക്ക് സ്പർശന ശക്തി തരുന്നതാണ്. ഹൃദയം സ്പർശന ശക്തി തരുന്നതാണ്. അടുത്ത് നിൽക്കുന്ന ആളുമായിട്ട് താതാമ്യം പ്രാപിക്കാൻ ഹൃദയം തന്നെ വേണം. ഹൃദയമുണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. ഉണ്ടെങ്കിൽ മാത്രമേ ബന്ധമുള്ളൂ. ഹൃദയത്തിൻ്റെ ഭാഗത്ത് എന്താ ഉള്ളത്? അനുഭവമാണുള്ളത്. അപ്പോൾ ഇന്ദ്രിയങ്ങളെ എല്ലാത്തിനെയും ഏകോപിപ്പിച്ച് കൊണ്ടുവരുന്നിടത്താണ് ഹൃദയം. അവിടെ ഇന്ദ്രിയങ്ങളുടെ പ്രോപ്പർട്ടീസ് എല്ലാം മാറി, ദൗത്യം മാറി. ഇന്ദ്രിയങ്ങളുടെ ദൗത്യം എല്ലാം മാറി. മനസ്സിലായോ? ഇന്ദ്രിയങ്ങൾ ചിന്തിച്ച് പാടുപെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഹൃദയം ഹൃദയം എന്താണ്? ഈ പറയുന്ന ഇന്ദ്രിയങ്ങളിലെ എല്ലാത്തിൻ്റെയും ഏകോപനം, അതിൻ്റെ സെൻറ്ററാണ് ഹൃദയം. ഇതെല്ലാം ചേരുന്നത് അവിടെ ഫ്യൂഷനാണ്, അവിടെ കൺഫ്യൂഷനല്ല. അതാണ് ഹൃദയം.
അപ്പോൾ ഹൃദയം തുറക്കുമ്പോൾ നമ്മൾക്ക് സ്വപ്നങ്ങളില്ല, സ്വപ്നത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഹൃദയം തുറന്നു, അപ്പം ജീവിക്കാൻ തുടങ്ങി. ഈ സ്ത്രീ എന്ന് പറയുന്നത് അട്രാക്ഷൻ ആണല്ലോ. അപ്പോൾ പല കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ആ ബോഡിക്ക് റിക്വയർഡായ കാര്യങ്ങൾ മാത്രമാണോ ഉള്ളത്? നമ്മൾ അട്രാക്ഷൻ്റെ ഭാഗത്ത് ഇംപ്രഷൻസ് ഉണ്ടെങ്കിൽ ഒരു വിഷ്യസ് സർക്കിളായി. അട്രാക്ഷൻ്റെ ഭാഗത്ത് ഇംപ്രഷൻസ് എന്നുവെച്ചാൽ സ്വപ്നം ഉണ്ടെങ്കിൽ അട്രാക്ഷൻ എന്തായി? തെറ്റായ അട്രാക്ഷൻ ആയില്ലേ? വൃത്തിയായിട്ടുള്ള അട്രാക്ഷൻ ആണെങ്കിൽ ഇംപ്രഷൻസ് ഒന്നുമില്ല, പകരം എക്സ്പീരിയൻസ് ആണ്. ഒരു ഇംപ്രഷനും ഇല്ല, ഇത് ഫ്രീ ആയിട്ടിരിക്കുക. എന്നുവെച്ചാൽ ജീവിക്കുന്ന ഭാഗത്താണ്. മറ്റൊന്നിനു വേണ്ടിയിട്ടാണ്, ഒന്നും ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യണില്ല. മറ്റത് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മറ്റൊന്ന് കൊണ്ടുവരാൻ അട്രാക്ഷൻ മൂലം മറ്റൊന്നിനെ നേടാൻ നോക്കിയാ ഒരു റിസൾട്ട് ഉണ്ടാക്കുക. റിസൾട്ട് ഉണ്ടാക്കി. അതപ്പോൾ ആകർഷണം എന്തായി? ആകർഷണം വൃത്തികെട്ടതായില്ലേ? കാരണം നമ്മളിൽ മറ്റൊന്നിനെ കൊണ്ടുവന്ന് എങ്ങനെ ചേർക്കാൻ പറ്റും? ചേർക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളൊരു പ്രത്യേക രീതിയിൽ വെക്കാണ്. അതെ, ഒരു കൊട്ട പോലെ. അതെ, ആ അളവിലുള്ള സാധനമേ വരുള്ളൂ അതിൽ. അതെ. എന്നാലും നമ്മൾ രാത്രി ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞില്ലേ, ആ റെസെപ്റ്റൻസ് അവിടെ ഇല്ല. അതെ. എന്തുകൊണ്ടാ സംസാരിക്കും പറയെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അവിടെ വേറെ രീതിയിലാണ് ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ ഇരിക്കുന്നത്. അതിലേക്ക് ഡെലിവറി പോസിബിൾ അല്ല. അങ്ങനെ പാത്രം കമത്തി വെച്ചിട്ട് വല്ലവരും വെള്ളം ഒഴിക്കും. അട്രാക്ഷൻ സംഭവിക്കുന്നത് എന്തിന്റെ ബേസിലാണ്? അട്രാക്ഷൻ സംഭവിക്കേണ്ടത് എന്തിൻ്റെ ബേസിലാണ്? ആകാശത്തിൻ്റെ ബേസിലാണ് അട്രാക്ഷൻ സംഭവിക്കേണ്ടത്. ഈ അട്രാക്ഷൻ ഇപ്പോൾ ഒരു സ്ത്രീയുമായിട്ട് എടുക്കുമ്പോൾ ആ സ്ത്രീയെ ഭോഗിക്കുന്ന ഭാഗം വരരുത്. എന്നുവെച്ചാൽ ഒരിക്കലും ആ സ്ത്രീയെ സ്ത്രീയായിട്ടല്ലാതെ കാണരുത്. എൻ്റെ സുഖത്തിന് വേണ്ടി സ്ത്രീയെ കാണുന്നുണ്ടെങ്കിൽ ഭോഗമില്ലേ? ഇംപ്രഷൻ ബേസ് അല്ല അവിടെ. സ്ത്രീയെ ഭോഗിക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോന്ന് മെമ്മറി വന്നില്ല, ആകാശം നഷ്ടപ്പെട്ട്. അപ്പോൾ ഇവിടെ ടച്ച് ചെയ്ത രീതിയിൽ വന്ന് ടച്ചിന് ഹൃദയമില്ല. സ്ത്രീയെ എവിടെ ടച്ച് ചെയ്തു? സ്ത്രീയെ ശരീരത്തിൽ ടച്ച് ചെയ്തു. എന്നുവെച്ചാൽ സ്ത്രീയെ ടച്ച് ചെയ്തില്ല. മനസ്സിലായ? സ്ത്രീയെ സ്പർശിക്കാൻ സാധിച്ചില്ല. പക്ഷെ എല്ലാവരും പറഞ്ഞ സ്ത്രീയെ ടച്ച് ചെയ്തെന്നാണ് പറയണത്. പക്ഷെ സ്ത്രീയെ അല്ല ടച്ച് ചെയ്തത്, ശരീരത്തെയാണ് ടച്ച് ചെയ്തത്. മനസ്സിലായി? അവിടെ ഭോഗം മാത്രമേ നടക്കുന്നുള്ളൂ. ഒരു അൺവാണ്ടഡ് അട്രാക്ഷൻ മാനിഫെസ്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. മനസ്സിലായി? അവിടെ സ്ത്രീയുടെ ശരീരത്തെ നമ്മൾ തൊടണ്ട. എന്നുവെച്ചാൽ നമ്മൾ സ്ത്രീയായിട്ടുള്ള ബന്ധം മതി. സ്ത്രീയുടെ ശരീരത്തെ തൊടേണ്ട ആവശ്യമില്ല. സ്ത്രീയുടെ ശരീരത്തെ തുടരുതും. മനസ്സിലായ? സ്ത്രീയെയാണ് സ്പർശിക്കേണ്ടത്, ശരീരത്തെ തുടരുത്. അവിടെ ഫർദർ പ്രോഗ്രസ് നടക്കാത്ത കൊണ്ടല്ലേ അത് അൺവാണ്ടഡ് അതെ. എന്താണ് കാരണം? പ്രോഗ്രസ് നടക്കാത്തത് ആകാശമായിട്ടുള്ള ബന്ധമില്ല. എല്ലാ ആഗ്രഹങ്ങളും ഇങ്ങനെ തന്നെ. റിക്വയർമെന്റ് എന്താന്ന് അറിയണില്ല. അതെ, എല്ലാ ആഗ്രഹങ്ങളും ഇങ്ങനെയാണ്. മനസ്സിലായ? ഏത് വസ്തു എടുത്താലും ആകാശം നഷ്ടപ്പെടുകയാണ്. പക്ഷെ സ്ത്രീൻ്റെ ആവുമ്പോൾ നമുക്ക് ഗ്രോസ് ലെവലിൽ കാണാൻ പറ്റും ഇംപ്രഷൻസ്. തീർച്ചയായിട്ടും ശരീരത്തിൽ കാണാം. രക്തത്തിൻ്റെ സമ്മർദ്ദം കാണാം, ഹാർട്ട് ബീറ്റ് കൂടുന്ന കാണാം, എല്ലാം കൃത്യമായിട്ട് കാണാം. മനസ്സിലായോ? പക്ഷെ അവിടെയും വർക്ക് ചെയ്ത് വളരെ സിമ്പിളായിട്ട് അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ക്ലാരിറ്റി. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു സ്ത്രീയുമായിട്ട് സത്യസന്ധമായിട്ടുള്ള ബന്ധം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആകാശം തുറന്നു വരും. തുറക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം സ്ത്രീയിൽ സ്ത്രീത്വമുണ്ട്. നമ്മൾ വിചാരിക്കും സ്ത്രീ അബലയാണ്. അത് ഇവിടെയാണ് പ്രശ്നം വരുന്നത്. നമ്മൾ ജഡ്ജ് ചെയ്ത് സ്ത്രീ അബലയാണ്. മനസ്സിലായോ? അങ്ങനെയല്ല. സ്ത്രീ ഭയങ്കര സ്ട്രോങ് ആണ്. കാരണം എന്താണ് സ്ട്രോങ്? അവളുടെ സ്ട്രെങ്ത് അല്ലേ അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള പവർ എവിടെ പോയി? നമ്മുടെ ഉള്ളിൽ പവറില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? റിപ്പീറ്റേഷൻ, റീപ്രൊഡക്ഷനിലോട്ട് പോകുന്നു. എന്നുവെച്ചാൽ റീപ്രൊഡക്ഷനിലോട്ടാണ് പോകുന്നത്. റീപ്രൊഡക്ഷനിലോട്ട് പോണ വ്യക്തി എങ്ങനെ ജീവിക്കും? കാരണം വ്യക്തിയുടെ ശരീരത്തെ നിലനിർത്താനുള്ള താല്പര്യമില്ല. പുതിയൊരു ശരീരത്തിന് സ്ഥാനം കൊടുത്തു, അല്ലേ? റിപ്പീറ്റേഷന് സ്ഥാനം കൊടുത്തു. പിന്നെ എങ്ങനെയാണ് ആ വ്യക്തിക്ക് ബോധവാനാകാൻ പറ്റുക?
ഒരു കാരണവശാലും ബോധവാനാകാൻ പറ്റത്തില്ല. ഒരു സെക്സ് കൊണ്ട് ഒരിക്കലും സ്വസ്ഥമായിട്ടുള്ള ജീവിതം കൈവരിക്കാൻ പറ്റത്തില്ല. സെക്ഷൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്ത്രീയുമായിട്ട് മോശം ബന്ധത്തിൽ നിൽക്കുന്നവരാണ്. മനസ്സിലായി? വളരെ മോശം ബന്ധത്തിൽ നിൽക്കുന്നവർക്ക് സെക്ഷൽ അട്രാക്ഷൻ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നല്ല ബന്ധത്തിൽ ഒരിക്കലും സ്ത്രീയുമായിട്ട് സെക്ഷൽ അട്രാക്ഷൻ അല്ല, ആകത്തില്ല. മനസ്സിലായ? ലൈഫ് അട്രാക്ഷനാണ്. അവിടെ ഭയങ്കര റിച്ച്നെസ്സാണ്. ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ആരംഭമാണ് സ്ത്രീ, അമ്മ. ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ സർവ്വകാര്യങ്ങളും അടങ്ങിയിരിക്കുന്നതാണ് സ്ത്രീയിൽ. ഈ സെക്ഷൽ അട്രാക്ഷൻ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് അല്ലേ? അതാണ് പഠിപ്പിക്കുന്നില്ലല്ലോ. അല്ല, ഒരു മെമ്മറിയുടെയോ ട്രോമയുടെയോ ബേസിൽ വരുന്നതും അല്ലല്ലോ. അല്ല. പക്ഷെ അതിനു വേണ്ടി മാത്രമാകുമ്പം അതൊരു ആ ഇംപ്രഷൻ തന്നെയാണല്ലോ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാ വ്യക്തികളിലും ഈ സെക്ഷൽ അട്രാക്ഷൻ ഉണ്ടാവും, ഉള്ളതാണ്, ജെന്യൂൻ ഉള്ളതാണ്. അത് എപ്പോഴാണ് അത് ട്രിഗേർഡ് ആകുന്നത്? എപ്പോഴാണ് ഒരു വ്യക്തിയിൽ സെക്ഷൽ എറോസൽ ഉണ്ടാകുന്നത്? എപ്പോഴാണ്? സ്ത്രീയുടെ സാന്നിധ്യത്തിൽ. അല്ല, ഡ്രീം വരുമ്പോൾ അല്ല, ഈ വ്യക്തി വീക്കാവുമ്പോഴാണ്. അതെ, ഈ വ്യക്തി വീക്കാകുമ്പോൾ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? വീക്കാകാൻ ഒരു പർട്ടിക്കുലർ ഭാഗത്തേക്ക് നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യിപ്പിക്കണ്. വീക്കാവുമ്പോൾ എങ്ങനെ? ബോഡിയുടെ ഒരു പർട്ടിക്കുലർ പാർട്ട് മാത്രം നമ്മൾ ചുരുങ്ങി പോകണം, അവിടെ ഷ്രിങ്ക് അത് ആവണം. മരവിച്ച ശരീരം. മനസ്സിലായ? ചത്തോണ്ടിരിക്കുന്ന വ്യക്തിക്കാണ്, മനസ്സിലായ, ഈ ജഡികതയിൽ, മനസ്സിലായ, ചത്തോണ്ടിരിക്കുന്ന വ്യക്തി മാത്രമാണ് ഈ ജഡത്തെ പ്രാപിക്കുന്നത്. അതവന് ബോധമില്ല, അത് ജഡത്തെ പ്രാപിക്കുകയാണ്. മനസ്സിലായി? അതുകൊണ്ടാണ് റിപ്പീറ്റേഷൻ, റീപ്രൊഡക്ഷൻ തന്നെ ഇങ്ങനെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കാലാകാലങ്ങളായിട്ട് സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നത് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. സ്ത്രീ പുരുഷ ബന്ധം, സ്ത്രീ പുരുഷ ബന്ധം അല്ല, അത് ഒരു ബന്ധവും അങ്ങനെയല്ലല്ല. അതെ, ബന്ധമെന്ന് പറയുന്നത് താതാമ്യം പ്രാപിക്കലാണ്, ഒരുമിക്കലാണ്. രണ്ടുപേർക്കും സോഴ്സിന്റെ ഭാഗം കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡിങ് വേണം. അതെ, രണ്ടുപേരുടെയും സോഴ്സ് ഒന്ന് തന്നെയാണ്. അതാണ് താതാമ്യം പ്രാപിക്കല്. അപ്പോഴാണ് നമുക്ക് പൊരുത്തപ്പെട്ടിരിക്കാൻ പറ്റുന്നത്. അവിടെയാണ് ജീവിക്കുന്നത്. എത്രത്തോളം ചുറ്റുപാടും കാണുന്ന ഓരോ സർക്കിളും നമ്മൾ പൊരുത്തപ്പെട്ട് പോവുകയും അങ്ങനെ ക്രിയേറ്റഡ് വേർഷനിൽ നിന്ന് സ്പേസിലോട്ട് നമ്മൾ എത്തുകയും. ഇത് വളരെ സിമ്പിൾ കാര്യം. ഇതിന് ഭയങ്കര വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ആ പൊരുത്തപ്പെടാനുള്ള കാരണം ഇറ്റ്സെൽഫാണ് ആ സ്പേസ് കണക്ഷൻ കൊണ്ടുവരുന്നത്. കാരണം ആ പൊരുത്തപ്പെടണമെങ്കിൽ അവിടെ കപ്പാസിറ്റി ഫ്രം ദ സ്പേസ് മാത്രമല്ലേ പോസിബിൾ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതും ഇതും ഒന്നാക്കാനായിട്ടുള്ള ആകാശത്തിൻ്റെ സോഴ്സിൽ നിന്ന് മാത്രമേ ഇതിനെ പൊരുത്തപ്പെടുത്തുള്ളൂ. നമ്മുടെ തീരുമാനം കൊണ്ടല്ല. നമ്മുടെ തീരുമാനമാണ് അഹങ്കാരം. പൊരുത്തപ്പെടാതിരിക്കാനുള്ളത് നമ്മളെ തീരുമാനം. അതെ, നമ്മുടെ തീരുമാനത്തിലൂടെ മറ്റൊന്നിന് നമ്മളെക്കാൾ കൂടുതൽ സ്ഥാനം കൊടുത്ത്. എക്സാക്ട്ലി. അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നേക്കാൾ കൂടുതൽ സ്ഥാനം മറ്റൊന്നിന് കൊടുത്തവനാണ് അഹങ്കാരമുള്ളത്. എന്നിലുള്ള സവിശേഷതയേക്കാൾ കൂടുതൽ സ്ഥാനം മറ്റൊന്നിന് കൊടുത്തു. അവന് അഹങ്കാരം. അവനാണ് മാറാൻ പറ്റാത്തത്. അഹങ്കാരം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഇംപ്രഷൻസ് ഉണ്ട്. ആ ഇംപ്രഷൻസിനാണ് നമ്മൾ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അതിനെ വളർത്താനാണ്. പിന്നെ നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അതിന് മാത്രമേ ഫീഡിങ് നടക്കണുള്ളൂ അവിടെ. അതെ, അതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായി? അവിടെ കംപ്ലീറ്റ് പ്രോബ്ലംസാണ്. അപ്പോൾ ഈ വിശ്വാസികൾക്കും സംഭവിക്കുന്നത് തന്നെയാണ്. അഹങ്കാരത്തിലിരിക്കുന്നതുകൊണ്ട് ഈ വിശ്വാസം എന്ന് വെറുതെ പേരിട്ട് വിളിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അവിടെ. കാരണം ഓൾറെഡി കൺഫേംഡ് ആണല്ലോ. വിശ്വാസത്തിലല്ലല്ലോ, സങ്കല്പത്തിലാണ്. അതെ, മനസ്സിലായ? വിശ്വാസികളൊന്നും വിശ്വാസത്തിലല്ല, ഇവരെല്ലാം സങ്കല്പത്തിലാണ്, സങ്കല്പ ലോകത്തിലാണ്. സങ്കല്പം എന്ന് പറയുമ്പോഴും സങ്കല്പം എന്ന് പറയുമ്പോൾ ഇന്നതൊക്കെ കിട്ടും, സ്വർഗത്ത് പോകാം, മനസ്സിലായി? സ്വർഗത്ത് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് അവിടെ അതൊക്കെ കിട്ടും. ഓൾറെഡി ഉറപ്പിച്ചു വെച്ചിരുന്നത്. അത് പഠിപ്പിച്ചു വെച്ചിരിക്കുക. വിശ്വാസം എന്ന് പറയുമ്പോൾ ആ ഫ്ലെക്സിബിലിറ്റിയിലാണ് വിശ്വാസം എന്ന് പറയുമ്പോൾ ശരീരം നിലനിൽക്കുന്ന ഭാഗം കൃത്യമായിട്ട് അറിയാത്തൊരു മേഖലയുണ്ട്. ശരീരം നിലനിൽക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു ഭാഗമുണ്ട്, പക്ഷെ എനിക്ക് വ്യക്തതയില്ല. ആ ഒരു സ്റ്റേജിലാണ്. ഇതൊരു കുറഞ്ഞ കാലഘട്ടത്തിൽ മാത്രമേ ഒരു വ്യക്തി വിശ്വാസിയാകത്തുള്ളൂ.
മനസ്സിലാവും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വളരെ ചുരുങ്ങിയ ഒരു ഭാഗം, മനസ്സിലായി, അതിങ്ങനെ ബോധമുള്ള ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ വിശ്വാസം ഇല്ലാണ്ടാവും. പിന്നെ അത് ബോധ്യമായി. കാരണം വിശ്വാസം എന്ന് പറഞ്ഞ ഭാഗം ഒരു കുട്ടിയുടെ ജീവിതത്തിൻ്റെ ഭാഗത്ത് ഇല്ലാണ്ടായി പോവും. കാരണം ബോധമുള്ള ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞ സ്റ്റേജ് ഇല്ലാണ്ടാവും. ഓക്കെ, അപ്പോഴും അവിടെ അൺനോൺ ഡയമെൻഷൻ അവിടെ ഉണ്ടല്ലോ. ഇല്ല, വരത്തില്ല. കാരണം കുട്ടി വളരുമ്പോൾ വരുന്ന സ്റ്റേജിൽ തന്നെ ആ വളർത്തുന്ന മാതാപിതാക്കൾ അത്രയും സ്റ്റേബിളായിട്ട് സ്പേസുമായിട്ട് കണക്റ്റഡാണ്. അതുകൊണ്ട് കുട്ടിക്ക് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം വരത്തേ ഇല്ല. ആ ഹാപ്പനിങ്ങായിട്ട് സിങ്ക്രണൈസ് ചെയ്ത് തന്നെയാണ് കുട്ടി ജനിക്കുമ്പോൾ തന്നെ വരണത്. അത് അത്രയും റിഫൈൻഡ് ലെവലിലോട്ടാണ്. ഓക്കെ, സോ ഇപ്പോൾ കൺഫ്യൂഷൻ ഉള്ളത് ചെറുപ്പം തൊട്ടേ ഈ പഠിപ്പിച്ചതിൻ്റെ പേരിൽ മാത്രമേ ഉള്ളൂ. കാരണം ഒരു പ്രത്യുൽപാദനം സംഭവിക്കുന്നത് തന്നെ യാദൃശികമായിട്ടല്ല. ഒരു കുട്ടിയെ വേണമെന്നുള്ളത് ഒരു പെർഫെക്റ്റ് റിക്വയർമെന്റ് ഉള്ളപ്പോഴേ ഒരു കുട്ടിയെ അവിടെ ഡെലിവറി ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ യാദൃശികമായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടു പോവുകയൊന്നുമല്ല. അതെ, ഒരു സഡൻ ഹാപ്പനിങ്ങിൽ പോസിബിൾ ആകണതല്ല. അല്ലല്ലല്ല, കൃത്യമായിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള അനുഭവ തലത്തിൽ നിന്നുകൊണ്ടാണ് ഓക്കെ നമുക്ക് ഇങ്ങനെ ഒരു കുട്ടിയെ വേണം, ഇങ്ങനെ ഒരു കുട്ടിയെ വേണം. ആ കുട്ടി തന്നെ ആയിരിക്കും ജനിക്കുന്നത്, അല്ലാണ്ട് എന്തെങ്കിലും ഒരു കുട്ടി ജനിക്കുകയല്ല. മനസ്സിലായോ? അത്രയും ക്ലാരിറ്റിയാണ് ലൈഫ് നമുക്ക് തരുന്നത്. എക്സാക്ട്ലി. ഇന്നതേ ജനിക്കത്തുള്ളൂ. മനസ്സിലായോ? ഓക്കെ, ഇന്നതേ ജനിക്കത്തുള്ളൂ, ഇന്നതേ വരത്തുള്ളൂ. എക്സാക്ട്ലി. മനസ്സിലായോ? ഇന്നത് വരുത്താനുള്ള പവറാണ് നമുക്കുള്ളത്. അപ്പം നമ്മളിവിടെ ഈ പറയുന്ന കുട്ടിയെ ജനിപ്പിക്കുന്ന ഭാഗമല്ല, നമ്മുടെ ജീവിതം തുടരാനുള്ള സംഭവങ്ങളാണ് നമ്മൾ ഈ ശക്തി ഉപയോഗിച്ചിട്ട് ആകർഷിച്ച് കൊണ്ടുവരുന്നത്. എക്സാക്ട്ലി. ആ ഫ്യൂഷൻ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് അറിയണം അവിടെ. അതെ. അപ്പോൾ ഈ വിശ്വാസിയായിട്ട് തലമുറകളായിട്ട് തുടർന്നതിൻ്റെ ട്രോമയാണ് ഇപ്പോഴും മനുഷ്യരിൽ കൺഫ്യൂഷൻ നിൽക്കുന്നതിൻ്റെ കാരണം. അതർവൈസ് ദർ ഇസ് നോ കൺഫ്യൂഷൻ. വിശ്വാസത്തെ അല്ല, സങ്കല്പത്തിൽ, സ്വപ്നത്തിൽ. അതെ, സ്വപ്നജീവികളാണ്, വിശ്വാസിയല്ല. അല്ല, വിശ്വാസത്തിൽ നിന്ന് മാറാത്തതാണല്ലോ സ്വപ്നജീവികളാവാൻ കാരണം. കുറച്ച് സമയം ഒരു വിശ്വാസം വേണമെന്ന് പറഞ്ഞില്ലേ? വിശ്വാസം അവിടെ നാച്ചുറലി വരുന്നതാണ്. മനസ്സിലായി? അതൊരു പർട്ടിക്കുലർ സ്റ്റേജിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ വിശ്വാസം ഉണ്ടാവും. അതെ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതെ, ആ വിശ്വാസം ഉണ്ടായേ പറ്റത്തുള്ളൂ. കാരണം ഒരു കൺഫ്യൂസ്ഡ് കാലഘട്ടമാണ് ഇപ്പൊ. വിശ്വാസമല്ല, ഇപ്പൊ കംപ്ലീറ്റ് ഇമാജിനേഷനായി. വിശ്വാസവും പോയി. മനസ്സിലായി? സ്വപ്നജീവികളാ, വിശ്വാസികളല്ല. ആ സ്വപ്നത്തിനെ ഇവരും അങ്ങോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പാടുപെടുന്നത് മാത്രമാണ് ഇവിടുത്തെ. കാരണം കഷ്ടപ്പാടല്ലേ ഉള്ളൂ. കഷ്ടപ്പാടിൽ നിന്ന് കഷ്ടപ്പാടല്ലേ പ്രകടമാകത്തുള്ളൂ. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. കാരണം ഇത്രയും കാലത്തൊരു പ്രോസസ്സാണല്ലോ. ഓക്കെ ഗൈസ്, അപ്പം